മരണ വീട്ടിൽ ചെന്ന് ഒരാൾ വീട്ടുകാരോട് ഐ എം സോറി എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കൂ എന്ന് അർത്ഥമില്ല, മറിച്ച് ഞാൻ ദുഃഖിതനാണ്, നിങ്ങളുടെ ഖേദത്തിൽ പങ്കുചേരുന്നു എന്നാണ് അർത്ഥം. ഐ എം സോറി എന്ന് ഖേദപ്രകടനത്തിനും ക്ഷമാപണത്തിനും സന്ദർഭമനുസരിച്ച് ഉപയോഗിക്കാം. ഒരാൾ അറിയാതെ കാലിൽ ചവിട്ടിപ്പോയാൽ ഐ എം സോറി എന്ന് പറയുന്നുവെങ്കിൽ അവിടെ എന്നോട് ക്ഷമിക്കൂ എന്നാണ് ആശയം. ക്ഷമാപണത്തിന് വേണ്ടി സോറി എന്ന് പറയാൻ ചിലർക്കൊക്കെ വലിയ മടിയാണ്, അവരുടെ ദുരഭിമാനം അതിന് സമ്മതിക്കില്ല. എൻ്റെ പട്ടി പറയും എന്നാണ് ചിലർ പറയുന്നത്. എത്ര നിരപരാധികൾ കടിക്കുന്നു, എന്നിട്ട് ഒരു പട്ടിയും ഇതുവരെ സോറി എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ യജമാനന് വേണ്ടി പറയുക. സോറി എന്ന് പറയാൻ മടിയുള്ളവർക്ക്, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ക്ഷമാപണം നടത്തണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന കുറേ വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. 3 ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന് അപ്പോളജീസ്, അല്ലെങ്കിൽ മൈ അപ്പോളജീസ്. അതുമല്ലെങ്കിൽ ഐ അപ്പോളജൈസ്. രണ്ടാമത്തേത് പ്ലീസ് പാർഡൻ മീ. മൂന്നാമത്തേത് പ്ലീസ് ഫോർഗിവ് മീ. സന്ദർഭത്തിൻ്റെ വ്യത്യാസം ശരിക്കും ശ്രദ്ധിക്കണം. മരണവീട്ടിൽ പോയി ഐ എം സോറി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആൾ അതിന് പകരം ഐ അപ്പോളജൈസ് എന്ന് പറഞ്ഞു പോയാൽ അത് അപകടമാണ്. താങ്ക് യു.